നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തർക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു ശുഭദിനമാണ് നാളെ. ഒരേ സമയം മുരുക ഭഗവാന് പ്രിയപ്പെട്ട വൈശാഖ കാർത്തികയും നമ്മൾ ഏറെ കാത്തിരുന്ന അക്ഷയതൃതയും ഒരുമിച്ച് വരുന്നു എന്നൊരു പ്രത്യേകത ഈ വർഷത്തിനുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും മക്കളുടെ ഉന്നതിക്കുമായിട്ട് ഈ ദിവസം അമ്മമാർ ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈശാഖ മാസത്തിലെ കാർത്തിക നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. തടസ്സങ്ങൾ മാറാനും ശത്രുദോഷം നീങ്ങാനും ഈ ദിവസം ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ്. നാളെ, അതായത് 19-ാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 4-നും 5-നും ഇടയിൽ ഉണർന്ന് സ്നാനം ചെയ്യുക. പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം സുബ്രഹ്മണ്യ സ്വാമിയെ സ്മരിക്കുക. മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന അമ്മമാർ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. കഴിയുമെങ്കിൽ ശർക്കര പായസമോ കൽക്കണ്ടമോ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും പ്രിയപ്പെട്ട വൈശാഖ മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം സുബ്രഹ്മണ്യ ഭജനത്തിന് ഏറ്റവും ഉത്തമമാണ്. ജ്ഞാനത്തിൻ്റെ പ്രഭാവമായ സ്കന്ദകുമാരൻ ഭക്തരുടെ വിളി കേൾക്കുന്ന ദിവസമാണിത്. ചിങ്ങമാസത്തിലെ ഓണം പോലെയും കന്നിയിലെ നവരാത്രി പോലെയും സുബ്രഹ്മണ്യ ഭക്തർക്ക് വൈശാഖ കാർത്തിക അതിപ്രാധാന്യമാണ്. ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ മാറാത്ത ദുഃഖങ്ങളും തീരാത്ത കടങ്ങളും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. വൈശാഖ കാർത്തിക ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരാൻ ശ്രമിക്കുക. ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ തന്നെ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം. വൈശാഖ മാസത്തിൽ പുലർച്ചെ എല്ലാ ജലാശയങ്ങളിലും ഗംഗാ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം. അതിനാൽ ഈ കുളി ഗംഗാ സ്നാനത്തിന് തുല്യമായിട്ടുള്ള ഫലം നൽകും. കുളിച്ച് ശുദ്ധിയായി വെളുത്ത വസ്ത്രമോ ശുഭ്രവസ്ത്രമോ ധരിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ വന്ദിക്കണം. തടസ്സങ്ങൾ മാറാൻ ഗണപതി പ്രാർത്ഥന അനിവാര്യമാണ്. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ചുവന്ന പൂക്കൾ എന്തെങ്കിലും സമർപ്പിക്കുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവ പാദങ്ങളിൽ വെച്ച് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും വിഷമങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓം ശരവണഭവായ നമ എന്ന ഈ മൂലമന്ത്രം 21 തവണയോ 108 തവണയോ ജപിക്കുന്നത് നല്ലതാണ്. സത്കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തനോസ്കന്ധ പ്രചോദയാത്. ഇത് അമ്മമാർ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ജപിക്കണം. ഓം വജത് പുവേ നമ എന്നത് കാര്യസിദ്ധിക്കായിട്ട് ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് അതിവിശേഷമാണ്. വ്രതം എടുക്കുന്നവർ അന്നേ ദിവസം പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കുക. ഉപ്പും പുളിയും കുറയ്ക്കുന്നത് മനസ്സിനെ ഭക്തിയിൽ കേന്ദ്രീകരിക്കാനായിട്ട് സഹായിക്കും. സാധിക്കുമെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കൽ എടുക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലുള്ളവർ കഠിനമായിട്ടുള്ള വ്രതം എടുക്കരുത്. നല്ല രീതിയിൽ വ്രതം എടുക്കുക. പക്ഷേ നമുക്ക് അരിയാഹാരം കുറച്ച് ആരോഗ്യസ്ഥിതി അനുസരിച്ച് പഴവർഗ്ഗങ്ങളോ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ്. ഈ പുണ്യ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നൽകും. അന്നേ ദിവസം നമുക്ക് ഭഗവാന് രോഗശാന്തിക്കും മനഃശാന്തിക്കൊക്കെ ഉത്തമമാണ് പാലാഭിഷേകം. പിന്നെ പഞ്ചാമൃതം, തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഐശ്വര്യത്തിനൊക്കെ നമുക്ക് പഞ്ചാമൃതം നടത്തുന്നത് നല്ലതാണ്. ശത്രുദോഷം മാറാനും ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും മക്കളുടെ പഠനത്തിന് ഉന്നതിക്ക് വേണ്ടിയൊക്കെ ഈ അമ്മമാർ ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സുബ്രഹ്മണ്യ അഷ്ടകമോ സ്കന്ദഷഷ്ടി കവചമോ അങ്ങനെയുള്ളതൊക്കെ പാരായണം ചെയ്യുന്നത് മക്കളുടെ ഒരു സുരക്ഷാ കവചമായിട്ട് മാറും. ശർക്കര പായസമോ കൽക്കണ്ടമോ ഒക്കെ നിവേദിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടുക അന്നേ ദിവസം. പിന്നെ നമ്മൾ അക്ഷയ തൃതീയയുടെ ഒരു പുണ്യവും ഈ കാർത്തിക നാളും ഒത്തുചേരുന്ന മഹാമുഹൂർത്തം ആരും പാഴാക്കരുത്. കലണ്ടറിൽ 19-നാണ് നമ്മൾ കാണുമെങ്കിലും തൃതീയ തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10:30 വരെയുള്ള സമയമാണ് പൂജകൾക്കും ദാനത്തിനൊക്കെ ഏറ്റവും ഉത്തമം. അപ്പോൾ വീട്ടിലൊക്കെ ഒരു ഉരുളി എടുത്തിട്ട് അതിൽ കുറച്ച് ശുദ്ധജലം ഒഴിച്ച് അല്പം റോസ് വാട്ടറും രാമച്ചവും പച്ചക്കർപ്പൂരവും ഏലക്ക ഗ്രാമ്പൂ കുന്നിക്കുരുവൊക്കെ ഇട്ട് കൊടുക്കുക. നടുവിൽ ഒരു താമരപ്പൂവോ റോസാപ്പൂവോ വെച്ച് കൊടുത്ത് അതിൽ വെള്ളി നാണയം വെക്കുക. ഇതിൽ അക്ഷയപാത്രമായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അന്നേ ദിവസം മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ലതാണ്. ദാരിദ്ര്യം മാറി ഐശ്വര്യം വരാനായിട്ട് നല്ലതാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിന്. പിന്നെ അന്നേ ദിവസം നമ്മൾ കനകധാര സ്തോത്രം ജപിക്കുന്നത്, മഹാലക്ഷ്മിക്ക് നെല്ലിക്ക നിവേദിക്കുന്നതൊക്കെ ഈ ദിവസം വളരെ വിശേഷമാണ്. അക്ഷയതൃതീയ എന്ന് കേൾക്കുമ്പോൾ സ്വർണം വാങ്ങുന്നത് പ്രാധാന്യമാണെന്ന് നമുക്ക് കരുതാറുണ്ട്. എന്നാൽ സ്വർണം വാങ്ങാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു ദിവസം അല്പം കല്ലുപ്പോ മഞ്ഞൾപ്പൊടിയോ വാങ്ങി വീട്ടിൽ വെക്കുന്നത് ലക്ഷ്മി കടാക്ഷം നൽകും കേട്ടോ. അപ്പോൾ അന്നേ ദിവസം സ്വർണ്ണം ഇല്ലെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും നല്ലത് കല്ലുപ്പും മഞ്ഞളും അന്നേ ദിവസം മേടിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അന്നേ ദിവസം നമ്മുടെ അടുക്കളയിൽ അരിപ്പാത്രത്തിൽ നിറയെ അരിക്കലത്തിൽ നിറയെ അരി നിറച്ച് വെക്കുക. പിന്നെ അന്നേ ദിവസം അന്നദാനം ചെയ്യുന്നതും ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നതും സ്വർണം വാങ്ങുന്നതിനെ
ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമാണ്. കുടയോ ചെരുപ്പോ ദാനം ചെയ്യുന്നത് പിതൃക്കളുടെ അനുഗ്രഹത്തിനും കാരണമാകും. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും ഞായർ, തിങ്കൾ പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കുക. സൂര്യനും ചന്ദ്രനും ഉച്ചത്തിൽ നിൽക്കുന്ന സമയമായതിനാൽ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത്. ഇത് നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ വിശ്വാസത്തോടെയും ഭക്തിയുടെയും ഈ കാര്യങ്ങൾ ചെയ്താൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. അക്ഷയതൃതീയയുടെ പുണ്യവും ഈ കാർത്തിക നാളും ഒത്തുചേരുന്ന ഈ മഹാമുഹൂർത്തം ആരും പാഴാക്കരുത്. ഭക്തിയോടുള്ള ഒരു വിളിയും പ്രാർത്ഥനയും മതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിറയാൻ. മക്കൾക്കായിട്ട് പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും മക്കളുടെ പഠന ഉന്നതിക്കും വേണ്ടിയും അമ്മമാർ ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സുബ്രഹ്മണ്യ അഷ്ടകമോ സ്കന്ദഷഷ്ടി കവചമോ പാരായണം ചെയ്യുന്നത് മക്കൾക്ക് സുരക്ഷാ കവചമായി മാറും. ശർക്കര പായസമോ കൽക്കണ്ടമോ അന്ന ദിവസം നിവേദ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കണം കേട്ടോ. അപ്പോൾ നാളെ വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ബ്രഹ്മചര്യം നോക്കണം. ഉപ്പും മുളകും കുറയ്ക്കുന്നത് ഭക്തിയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. വൈകുന്നേരം ദീപം തെളിച്ച് പ്രാർത്ഥിച്ച ശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണം വ്രതം പൂർത്തിയാക്കും. വളരെ വിശേഷപ്പെട്ട ഈ ദിവസം ഭക്തിയോടെ ഭഗവാനെയും ലക്ഷ്മി ദേവിയും ഭജിച്ചാൽ സർവ്വ തടസ്സങ്ങളും മാറി ഐശ്വര്യവും ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതിരിക്കും. നന്ദി, നമസ്കാരം.